ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ റിയാലിറ്റിയെ, അതായത് പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചതിനെയെല്ലാം തലകീഴായി മറിച്ച രണ്ട് സിമ്പിൾ ആശയങ്ങളുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീന്റെ ആ രണ്ട് ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ചത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ടു പോകാം, ഏകദേശം 19ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലേക്ക്. ആ സമയത്ത് ഫിസിക്സ് ശരിക്കും ഒരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം അന്ന് വരെ ഉണ്ടായിരുന്ന നിയമങ്ങൾക്കൊന്നും ഒരു പൊരുത്തവുമില്ല. ശാസ്ത്രലോകം മൊത്തത്തിലൊരു കൺഫ്യൂഷനിലായി. ഇനി എങ്ങോട്ടു പോകണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്നൊരവസ്ഥ. അപ്പൊ എന്തായിരുന്നു ഈ പ്രതിസന്ധി എന്നല്ലേ? സംഭവം സിമ്പിളാണ്, പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡും. ഭൗതികശാസ്ത്രത്തിലെ രണ്ട് വലിയ തൂണുകൾ, അതായത് ന്യൂട്ടന്റെ ചലനനിയമങ്ങളും മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും തമ്മിൽ ഒരു ചേർച്ചയുമില്ല. ഒന്ന് ശരിയാണെങ്കിൽ മറ്റേത് തെറ്റാകണമെന്ന അവസ്ഥ. അപ്പോ ഇതിനൊരു പരിഹാരം കാണാൻ പുതിയൊരു രീതിയിൽ തന്നെ ചിന്തിക്കേണ്ടി വന്നു. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സയന്റിസ്റ്റ് ഒരു ഐഡിയ കൊണ്ടുവന്നു. ഈഥർ, അതായത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മീഡിയം, ഒരു അദൃശ്യമായ മാധ്യമം. പക്ഷെ അവിടെയായിരുന്നു അടുത്ത ട്വിസ്റ്റ്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും വളരെ പ്രശസ്തമായ മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ് നടത്തിയിട്ട് പോലും ഈ പറഞ്ഞ ഈഥറിന്റെ ഒരു പൊടി പോലും കണ്ടെത്താൻ പറ്റിയില്ല. അതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. ഫിസിക്സ് വീണ്ടും വഴിമുട്ടി. അങ്ങനെ ശാസ്ത്രലോകം മൊത്തം തലപുകഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി, ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം തന്റെ ആദ്യത്തെ സിദ്ധാന്തവുമായി മുന്നോട്ടു വന്നു. കേട്ടാൽ ആർക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റാത്ത, നമ്മുടെ കോമൺ സെൻസിനെ മുഴുവൻ ചോദ്യം ചെയ്യുന്നൊരു ഐഡിയ. പക്ഷേ അതായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യത്തെ താക്കോൽ. ഇതായിരുന്നു ആ ഒന്നാമത്തെ നിയമം, ശരിക്കും വിപ്ലവകരമായ ഒന്ന്. അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത എപ്പോഴും ഒന്നായിരിക്കും. നിങ്ങൾ നിൽക്കുകയാണോ, ഓടുകയാണോ, അതോ ഒരു റോക്കറ്റിൽ പറക്കുകയാണോ എന്നതൊന്നും ഒരു വിഷയമേ അല്ല. ലൈറ്റിന്റെ സോഴ്സ് നിങ്ങളിലേക്ക് വരികയാണോ അതോ ദൂരേക്ക് പോകുകയാണോ എന്നും നോക്കണ്ട. പ്രകാശവേഗത ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റാണ്. എല്ലാവർക്കും എപ്പോഴും ഒരേ വേഗത, അത്രയുള്ളൂ. അപ്പോ എന്താണ് ഈ വേഗത? സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ. ഒന്ന് ഓർത്തു നോക്കൂ, ഒരു സെക്കൻഡ് കൊണ്ട് ഭൂമിയെ 7.5 തവണയൊക്കെ ചുറ്റിവരാനുള്ള സ്പീഡ്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഇതാണ് യൂണിവേഴ്സിലെ അൾട്ടിമേറ്റ് സ്പീഡ് ലിമിറ്റ്. ഇതിലും വേഗത്തിൽ ഒന്നിനും സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇത് നമ്മുടെ കോമൺ സെൻസുമായിട്ട് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം, അല്ലേ? ഇപ്പം ഓടുന്ന ഒരു ട്രെയിനിൽ നിന്ന് നിങ്ങളൊരു പന്തെറിഞ്ഞാൽ ആ പന്തിന്റെ വേഗതയും ട്രെയിനിന്റെ വേഗതയും തമ്മിൽ കൂടും, ശരിയല്ലേ? നിലത്ത് നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. എന്നാൽ പ്രകാശത്തിന്റെ കാര്യം അങ്ങനെയല്ല. ഒരു ലൈറ്റ് സ്പീഡ് റോക്കറ്റിലിരുന്ന് നിങ്ങളൊരു ടോർച്ചടിച്ചാൽ പോലും ആ പ്രകാശത്തിന് സ്പീഡ് കൂടില്ല. അതെപ്പോഴും സി തന്നെയായിരിക്കും. ഇത് നമ്മുടെ സാമാന്യബുദ്ധിയെ ശരിക്കും വെല്ലുവിളിക്കുന്നൊരു കാര്യമാണല്ലേ? ഓക്കെ, അപ്പൊ അത് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ഇനി നമുക്ക് ഐൻസ്റ്റീന്റെ രണ്ടാമത്തെ ആശയത്തിലേക്ക് കടക്കാം. സത്യം പറഞ്ഞാൽ ഇത് പുത്തനൊരു കണ്ടുപിടുത്തമൊന്നുമായിരുന്നില്ല. പണ്ടേയുള്ള ഒരു തത്വത്തെ ഐൻസ്റ്റീൻ പൊടിതട്ടിയെടുത്ത് തികച്ചും പുതിയതും വിപ്ലവകരവുമായ ഒരു രീതിയിൽ അവതരിപ്പിച്ചു, അത്രയുള്ളൂ. അതായത് ഭൗതികശാസ്ത്രത്തിലെ നിയമങ്ങൾ എവിടെയും ഒരുപോലെയാണ്. നിങ്ങൾ ആക്സലറേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് നിങ്ങളുടെ വേഗത കൂടുകയോ കുറയുകയോ ദിശ മാറുകയോ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും ഒരുപോലെ ആയിരിക്കും. ഇതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണെന്നറിയാമോ? നിങ്ങൾ ഒരേ വേഗതയിൽ പോവുകയാണോ അതോ വെറുതെ നിൽക്കുകയാണോ എന്നൊരു എക്സ്പെരിമെന്റ് നടത്തിയും കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം രണ്ടിടത്തും നിയമങ്ങൾ ഒരുപോലെയാണ്. ഈ ഇനേർഷ്യൽ സിസ്റ്റം എന്നൊക്കെ കേട്ട് പേടിക്കേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊരിടത്ത് അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അതൊരു ഇനേർഷ്യൽ സിസ്റ്റമാണ്. അതുപോലെ ഒരേ വേഗതയിൽ നേർരേഖയിൽ പോകുന്ന ഒരു ട്രെയിനോ ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ഒരു പേടകമോ, ഇതെല്ലാം ഇനേർഷ്യൽ സിസ്റ്റങ്ങളാണ്. സിമ്പിളായി പറഞ്ഞാൽ ആക്സിലറേഷൻ ഇല്ലാത്ത ഒരവസ്ഥ. ഇവിടെയാണ് നമ്മൾ ഐൻസ്റ്റീന്റെ ജീനിയസ് കാണുന്നത്. ഗാലീലിയോയും ന്യൂട്ടണുമൊക്കെ ഈ തത്വം മെക്കാനിക്സിനു, അതായത് ചലനത്തിനു മാത്രം ബാധകമാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഐൻസ്റ്റീൻ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, ഇത് വെറും ചലനത്തിനു മാത്രമല്ല, ഇലക്ട്രോമാഗ്നറ്റിസം ഉൾപ്പെടെ പ്രപഞ്ചത്തിലെ എല്ലാ ഫിസിക്കൽ നിയമങ്ങൾക്കും ഇത് ഒരുപോലെ ബാധകമാണ്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ധീരമായ ഒരു കാൽവെപ്പ്. അപ്പോ നമുക്കിപ്പോ 2 നിയമങ്ങൾ കിട്ടി, അല്ലേ? ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ രണ്ടും കൊള്ളാം, സിമ്പിളാണെന്ന് തോന്നും. പക്ഷെ ഇവ രണ്ടും ഒരുമിച്ച് വെക്കുമ്പോഴാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. ഒരു വലിയ പ്രശ്നം, ഒരു പാരഡോക്സ്. നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം. നിയമം 1, പ്രകാശവേഗത എല്ലാവർക്കും കോൺസ്റ്റന്റാണ്. നിയമം 2,
ഭൗതികശാസ്ത്ര നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ്. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇവിടെയാണ് ആ വലിയ പ്രശ്നം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദ്യം ഇതാണ്, ഇവ രണ്ടും ഒരേ സമയം എങ്ങനെ ശരിയാകും? ഒന്നാലോചിച്ചു നോക്കൂ, പ്രകാശവേഗത എല്ലാവർക്കും ഒന്നാണെങ്കിൽ വ്യത്യസ്ത സ്പീഡിൽ പോകുന്ന രണ്ടുപേർക്ക് എങ്ങനെയാണ് ഫിസിക്സിലെ നിയമങ്ങൾ ഒരുപോലെയാകുന്നത്? അത് നടക്കില്ലല്ലോ. ഇവിടെയാണ് ആ പാരഡോക്സ്, ആ വലിയ കുഴപ്പം. അപ്പോ ഈ പാരഡോക്സ് സോൾവ് ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇത്രയും കാലം പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കിവെച്ച അടിസ്ഥാനപരമായ ഒരു കാര്യം, അത് തെറ്റായിരിക്കണം. നമ്മുടെ ചിന്തകളെല്ലാം അടിമുടി മാറ്റി എഴുതേണ്ടി വരും. അതായിരുന്നു ആ ഞെട്ടിക്കുന്ന സത്യം. പ്രശ്നം ഐൻസ്റ്റീന്റെ നിയമങ്ങളിലായിരുന്നില്ല. പ്രശ്നം സ്ഥലത്തെയും കാലത്തെയും കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളിലായിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പോലെ സമയം എല്ലാവർക്കും ഒരുപോലെയല്ല മുന്നോട്ടു പോകുന്നത്. ദൂരവും എല്ലാവർക്കും ഒന്നല്ല. നിങ്ങൾ വേഗതയനുസരിച്ച് സ്ഥലവും കാലവും നിങ്ങൾക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കും. അതെ, അവ ആപേക്ഷികമാണ്. ഈ പുതിയ റിയാലിറ്റിയെ വിശദീകരിക്കാൻ പുതിയ മാത്തമാറ്റിക്സ് തന്നെ വേണ്ടിവന്നു. അതാണ് ലോറൻസ് ട്രാൻസ്ഫർമേഷൻസ്. ഇത് വേറൊന്നുമല്ല, സ്ഥലവും കാലവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണിച്ചുതരുന്ന ഒരു പുതിയ നിയമപുസ്തകമാണ്. ഐൻസ്റ്റീന്റെ ആ രണ്ട് ആശയങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പുതിയ റൂൾ ബുക്ക്. ഈ പുതിയ നിയമങ്ങളുടെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നോ? നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ കാണുന്ന കാര്യങ്ങൾ, വേഗത കൂടുമ്പോൾ സമയം പതുക്കെയാകും, ഇതിനെയാണ് ടൈം ഡൈലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ദൂരം കുറയും, അതിനെ ലോറൻസ് കോൺട്രാക്ഷൻ എന്നും പറയും. ഇതെല്ലാം ആ രണ്ട് സിമ്പിൾ നിയമങ്ങളിൽ നിന്ന് നേരിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോ ഈ രണ്ട് ലളിതമായ നിയമങ്ങൾ പഴയ ക്ലാസിക്കൽ ഫിസിക്സിനെ മൊത്തത്തിൽ പൊളിച്ചെഴുതാൻ കാരണമായി. പഴയ നിയമങ്ങൾക്കൊന്നും ഈ പുതിയ യാഥാർത്ഥ്യത്തിൽ സ്ഥാനമില്ലാതായി. അത്രയും വലിയൊരു ഇംപാക്റ്റായിരുന്നു അതിനുണ്ടായത്. അപ്പോ നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ നിർത്താം. വെറും രണ്ട് ലളിതമായ നിയമങ്ങൾക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഇന്ന് നമ്മൾ 100% ശരിയെന്ന് വിശ്വസിക്കുന്ന വേറെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ തെറ്റായിട്ടുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ശാസ്ത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ പുതിയ സത്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. നന്ദി.